നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ഓൾ ഇന്ത്യ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് നവംബർ 29-30 ഡിസംബർ 1 തീയതികളിൽ പാംഗ്രൂവ് ഹെറിറ്റേജിൽ നടക്കും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടിമര ജാഥ, ദീപശിഖ പ്രയാണം, പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികൾ യോഗത്തിന്റെ ഭാഗമായി നടക്കും. 1999 ന്യൂഡൽഹിയിലാണ് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും അംഗീകാരമുള്ള ചുരുക്കം ചില സംഘടനകളിൽ ഒന്നാണ് പൂർവ്വ സൈനിക സേവാ പരിഷത്ത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടനയ്ക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. വിരമിച്ച സൈനികരുടെ ഭാര്യമാരെയും അമ്മമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സൈന്യ മാതൃശക്തിയും പ്രവർത്തിക്കുന്നു. സേവനം, ധൈര്യം, ആദരവ് എന്നതാണ് സംഘടനയുടെ മുദ്രാവാക്യം. വിരമിച്ച സൈനികരുടെ ക്ഷേമവും സാമൂഹിക പ്രതിബദ്ധതയും ലക്ഷ്യമാക്കിയാണ് പൂർവ്വ സൈനിക സേവാ പരിഷത്ത് പ്രവർത്തിക്കുന്നത്. ഓരോ വർഷവും നിരവധിയായ സേവന പ്രവർത്തനങ്ങളാണ് സംഘടന ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പൂർവ്വ സൈനിക സേവാ പരിഷത്ത് അതിൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗം, അതിൻ്റെ മീറ്റിംഗാണ് ഈ വരുന്ന നവംബർ 29-30 ഡിസംബർ 1 തീയതികളിൽ കണ്ണൂരിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് തെക്കേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. ഈ 3 ദിവസവും കണ്ണൂരിലേക്ക് ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏകദേശം 800-നും 1000-നും ഇടയിലുള്ള പൂർവ്വ സൈനിക പരിഷത്തിലെ അംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ ജനറൽ ബോഡി മീറ്റിംഗിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ 28-ന് വൈകുന്നേരം 3 മണിക്ക് നായാട്ടുപാറ കൊടോളിപ്പുറത്തെ വീര ബലിദാനി നായക് രതീഷിന്റെ സ്മൃതികുടീരത്തിൽ നിന്നും ആരംഭിക്കും. രതീഷിന്റെ അമ്മയാണ് കൊടിമര ജാഥയെ അനുഗ്രഹിച്ചയക്കുന്നത്. പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ജില്ലാ സെക്രട്ടറി KP അജിത് കുമാറാണ് ജാഥ ക്യാപ്റ്റൻ. കൂടാളിയിലും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപവും ജാഥയ്ക്ക് സ്വീകരണം നൽകും. മേലച്ചൊവ്വ, കാൽടെക്സ്, പഴയ ബസ് സ്റ്റാൻഡ്, മുനീശ്വരൻ കോവിൽ, വിളക്കുന്തറ വഴി കൊടിമര ജാഥ സമ്മേളന വേദിയിൽ സമാപിക്കും. സ്വാഗത സംഘം ചെയർമാൻ C രഘുനാഥും സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു വട്ടവിളയും കൊടിമരം ഏറ്റുവാങ്ങും. 29 രാവിലെ 8 മണിക്ക് കണ്ണൂർ യുദ്ധസ്മാരകത്തിൽ നിന്നും ദീപശിഖ പ്രയാണം ആരംഭിക്കും. കേണൽ MK ഗോവിന്ദൻ ദീപശിഖ കൈമാറും. സംസ്ഥാന പ്രസിഡന്റ് മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ സമ്മേളന നഗരിയിൽ ദീപശിഖ ഏറ്റുവാങ്ങും. 8:30 പതാക ഉയർത്തൽ, 10 മണിക്ക് കോർ കമ്മിറ്റി മീറ്റിംഗ് തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. രണ്ടാമത് സെഷനിൽ കേരള സംസ്ഥാന ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 7 മണിക്ക് കൾച്ചറൽ പ്രോഗ്രാം, കഥകളി, തിരുവാതിര, കളരി അഭ്യാസങ്ങൾ, നൃത്തനൃത്യങ്ങൾ. ഡിസംബർ 1 രാവിലെ 8:30 സംഘടനാ ചർച്ചകൾ. തുടർന്ന് മാതാ പേരാമ്പ്ര അവതരിപ്പിക്കുന്ന സ്വാതന്ത്ര്യാനന്തര ഭാരത ചരിത്ര ദൃശ്യാവിഷ്കാരം അമൃത ഭാരതം. 11 മണിക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേണൽ PL പാണ്ഡെ നന്ദി പറയും. വാർത്താ സമ്മേളനത്തിൽ C രഘുനാഥ്, സ്വാഗത സംഘം ചെയർമാൻ മുരളീധര ഗോപാൽ, നാഷണൽ സെക്രട്ടറി PR രാജൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് കേണൽ K രാംദാസ്, സംസ്ഥാന രക്ഷാധികാരി കേണൽ സാവിത്രിയമ്മ, സൈന്യ മാതൃശക്തി ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു.